അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടെ തുടർച്ചയായി മൂല്യത്തകർച്ച നേരിടുന്ന രൂപയ്ക്ക് വീണ്ടും തിരിച്ചടി എന്ന വാർത്തയാണ് വരുന്നത്. തെക്കനേഷ്യയിലെ ഏറ്റവും ദുർബലമായ കറൻസികളിൽ ഒന്നാണ് രൂപയെന്നാണ് റേറ്റിംഗ് ഏജൻസി മൂഡീസ് വിലയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം $1 85 കടന്നത്. അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും യുക്രൈൻ റഷ്യ സംഘർഷവുമൊക്കെ രൂപയുടെ തകർച്ചയ്ക്ക് കാരണമായി. $1 86 രൂപ എന്ന നിലയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് മൂഡീസിന്റെ പരാമർശം. കഴിഞ്ഞ 2 വർഷത്തിനിടെ 5%, കഴിഞ്ഞ 5 വർഷത്തിനിടെ 20% ഇടിവാണ് രൂപയുടെ മൂല്യത്തിലുണ്ടായതെന്ന് മൂഡീസ് വ്യക്തമാക്കുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ദുർബല കറൻസികളിലൊന്നെന്ന വിലയിരുത്തലിലേക്ക് രൂപ എത്തുന്നത് ഇതേ തുടർന്നാണ്. ഇറക്കുമതി നികുതി കൂട്ടുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡോളർ സൂചികയിൽ ഇടിവ് നേരിടുകയും രൂപയുടെ മൂല്യം മെച്ചപ്പെടുകയും ചെയ്തു. മൂഡീസിന്റെ വിലയിരുത്തൽ രൂപയ്ക്ക് കൂടുതൽ തിരിച്ചടിയാകുമോയെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. രൂപയ്ക്ക് രാജ്യാന്തര മുഖം നൽകുന്നതിനായി നോൺ റെസിഡന്റ് വിഭാഗത്തിലെ ഇന്ത്യക്കാർക്ക് വിദേശത്ത് രൂപയിൽ അക്കൗണ്ട് തുറക്കാൻ RBI അനുമതി നൽകിയിരുന്നു. ബിസിനസ് ഡെസ്ക് 24.